ഷിബി ഗോപാലകൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ രണ്ടു കൂട്ടരും എന്തുകൊണ്ട് ബി.ജെ.പി. സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം പരാജയമാണ് എന്ന് വിശദീകരിച്ചു. ഇപ്പോൾ പലപ്പോഴും ഇലക്ഷനുകൾ വൈകാരിക വിഷയങ്ങളിൽ ഊന്നിയാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് പുൽവാമയും ബലാക്കോട്ടും ഒക്കെ വന്നത്. ഇപ്പോൾ ദേശ സുരക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട വിഷയമായി. അതിനപ്പുറത്ത് ജനങ്ങൾ അവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ, ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്താൽ ഞങ്ങൾ ജയിക്കുമെന്ന ആത്മവിശ്വാസം പ്രതിപക്ഷത്തെ സംബന്ധിച്ചുണ്ട്. ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസും CPM-ഉം എണ്ണി പറഞ്ഞു. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ജനങ്ങളോട് സംവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സംവദിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് പറയാണ്. നമ്മളിപ്പോൾ ആകാശവാണിയിൽ യുവവാണി കേട്ടാൽ നമ്മളോട് ഇങ്ങോട്ടല്ലേ പറയുന്നുള്ളൂ, അങ്ങോട്ട് തിരിച്ചു പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അവിടെ ഒരു സംവാദം നടക്കില്ല. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ പറയുന്നു. അതെല്ലാ ആളുകളും അതുപോലെ തന്നെ അങ്ങ് വിശ്വസിക്കുമെന്ന് എങ്ങനെയാണ് BJP-ക്ക് കരുതാൻ കഴിയുക? ഞങ്ങൾക്ക് എങ്ങനെയാണ് കരുതാൻ കഴിയാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് കിട്ടുന്ന വിജയമാണ്. ഇവിടെ നൗഷദ് അലി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പാനലിസ്റ്റ് എൻ്റെ കൂടെ മാതൃഭൂമിയിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു. രാജസ്ഥാൻ ഞങ്ങൾ പിടിച്ചെടുക്കും, ഛത്തീസ്ഗഡ് ഞങ്ങൾ പിടിച്ചെടുക്കും, മധ്യപ്രദേശ് ഞങ്ങളെ അടിച്ച് തകർക്കും. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ BJP-ക്ക് എതിരാണ്. BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ജനങ്ങൾ വെറുക്കുകയാണ്. ജനങ്ങളെ പിടിച്ചെടുക്കും. എന്തായിരുന്നു വാദങ്ങൾ? തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു വാദവും കാണാനില്ല. പൊളിഞ്ഞ് പാളീസായി. അടിച്ച് പുറത്താക്കി നാട്ടിലെ ജനങ്ങൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സാധനത്തിനെ. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വിരോധമില്ല. കാരണം ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന തവളയ്ക്ക് ആ കിണറ്റിലെ വെള്ളമാണ് സമുദ്രം. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വലിയ കാര്യമായിട്ട് പ്രഖ്യാപിക്കും. ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം എന്നോട് ചോദിച്ചോ? ഞാൻ ചോദിക്കട്ടെ, 65 കൊല്ലം നിങ്ങൾ പഠിച്ചു, 65 കൊല്ലം നിങ്ങൾ ഭരിച്ചിട്ട് പട്ടിണി ഇല്ലാതായോ ഈ നാട്ടിൽ? നിങ്ങൾ പട്ടിണി ഇല്ലാതാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ പട്ടിണി ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ. 65 കൊല്ലം നിങ്ങൾ ഭരിച്ചു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ കുടിവെള്ളം കൊടുത്തോ? നിങ്ങൾ കുടിവെള്ളം കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഹർ ഘർ ജൽ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരേണ്ടിയിരുന്നില്ലല്ലോ. 65 കൊല്ലം നിങ്ങൾ ഭരിച്ചു. ആ ഭരിച്ചപ്പോൾ നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക് അക്കൗണ്ട് കൊടുത്തോ? നിങ്ങൾ ഒരു അക്കൗണ്ട് തുടങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കിയോ? നിങ്ങൾ കൊടുത്തില്ലല്ലോ. 65 കൊല്ലം നിങ്ങൾ ഭരിച്ചു. ഏതെങ്കിലും പ്രാവശ്യം അഴിമതി ഇല്ലാതെ ഭരിച്ചിട്ടുണ്ടോ? നിങ്ങൾ കിട്ടിയ പൈസ ആകാശവും വായുവും ഭൂമിയും പാതാളവും കട്ട് നിന്ന വർഗമല്ലേ കോൺഗ്രസ്? എന്നിട്ട് നിങ്ങളിപ്പോൾ വന്ന് പറയാ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുക, ഞാൻ ഉത്തരം പറയാം. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്ത ഏത് കാലത്താ? കണക്ക് വേണം നിങ്ങൾക്ക്. നിങ്ങൾ മൻമോഹൻ സിംഗ് നരേന്ദ്രമോദിയെ ഏൽപ്പിക്കുന്ന സമയത്ത് എത്രയാ ഇവിടുത്തെ ഇൻഫ്ലേഷൻ നിങ്ങൾക്കറിയോ? ഫോറിൻ എക്സ്ചേഞ്ച് എത്രയാ നിങ്ങൾക്കറിയോ? ഇവിടുത്തെ വ്യാവസായികമായിട്ടുള്ള കയറ്റുമതി എത്രയാ നിങ്ങൾക്കറിയോ? ഒരു മൊബൈൽ ഫോണാണ് 2014 ഒരു മൊബൈൽ ഫോൺ കമ്പനി. ഇനി എത്രയാണെന്നറിയോ? ഇന്ത്യയിൽ മൊബൈൽ കയറ്റുമതി ചെയ്യുന്ന കോടിക്കണക്കിന് രൂപയുടെ ഇറക്കുമതി ഏതിൽ? വിദേശ നാണ്യത്തിൽ, അല്ലാതെ ഫോണിലല്ല. കയറ്റുമതി ചെയ്തിട്ട് വിദേശ നാണ്യം നേടുന്ന രാജ്യമാണ്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ FDI ഇപ്പോഴാണ്. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, സെൽഫ് എംപ്ലോയിഡ് എന്ന് മാത്രമല്ല, ഈ വ്യക്തിപരമായി ഓരോ ആളുകൾക്കും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്ന പുതിയ പുതിയ സംരംഭങ്ങൾ വഴി ചെറുതും മീഡിയവും അതുപോലെ വലുതുമായിട്ടുള്ള സംരംഭങ്ങൾ, ആ സംരംഭങ്ങൾ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതലാണ്. ഇതാ കണക്കുമായിട്ടാണ് ഞാൻ വന്നത്. നമുക്ക് വേണം ചരിത്രം നോക്കാം. ഇതാണ് ആ പുസ്തകം, വേണം നമുക്ക് വാദിക്കാം. പക്ഷെ ഞാനിതൊന്നും കണക്ക് വെച്ച് പറയാത്തത് ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കുറെ വർത്തമാനം പറഞ്ഞു. ഒരു മിനിറ്റ്, എനിക്ക് 2-3 ആൾക്കാരോട് പറയാനുണ്ട്, അതൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് അത് പറഞ്ഞില്ല, ഇതൊക്കെ വിശ്വസിക്കോ? എൻ്റെ പൊന്നിയേട്ടാ, ഞങ്ങൾക്കൊരു വിരോധവുമില്ല, വിശ്വസിക്കണമെന്നൊരു വിരോധവുമില്ല. പക്ഷെ നിങ്ങൾ ഇന്ന് വടക്കേ ഇന്ത്യയിൽ തപ്പി നോക്കിയാൽ കാണാനില്ല. നിങ്ങൾക്കാകെ 1-2 സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞില്ലല്ലോ, കേരളത്തിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ട്. അതിൻ്റെ ആയസ് കഴിഞ്ഞു, അതിനധിക കാലമില്ല. അപ്പോഴാണ് പറയുന്നത്, അനിൽകുമാർ പറയുന്നത് പിടിച്ചുകെട്ടും ഞങ്ങൾ ബീഹാറിൽ. എൻ്റെ പൊന്നുചേട്ടൻ, നിങ്ങൾ അനിൽകുമാറെ, എനിക്ക് വിഷമമുണ്ട്. നോട്ട് ചെയ്യുവേണ്ട നിങ്ങൾ മത്സരിക്കുന്നത്. നിങ്ങൾ മത്സരിച്ചിട്ട് എവിടെയെങ്കിലും BJP-യെ തോൽപ്പിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു സ്ഥലം പറ. ബംഗാളിൽ പോലും നിങ്ങളില്ല, ത്രിപുരയിൽ നിങ്ങളില്ല, നിങ്ങളുള്ളത് കേരളത്തിലാണ്. നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഡൽഹിയിൽ വന്ന് BJP-യെ തോൽപ്പിക്കാൻ നിൽക്കുക. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് തോൽപ്പിക്കേണ്ട, ഞങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുമെന്ന്. തൃശ്ശൂരടക്കം നിങ്ങൾ ഏതാണോ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ, ആ സുരേഷ് ഗോപി ആണെന്ന് വെക്കുക. എനിക്കറിയില്ല, ആ സുരേഷ് ഗോപി ആണെങ്കിൽ ആ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ നിങ്ങൾ അലയൻസ് ഉണ്ടാക്കുന്നത് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യമാണ്. സുരേഷ് ഗോപി, നിങ്ങൾ ഓരോ പ്രാവശ്യവും സുരേഷ് ഗോപിയെ
മോശമാക്കാൻ, അദ്ദേഹത്തെ ക്രിമിനൽ കേസിൽ കുടുക്കാൻ നിങ്ങൾ ശ്രമിക്കും തോറും സുരേഷ് ഗോപിക്കുള്ള പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളെ പറ്റി നാട്ടുകാർക്കൊക്കെ അറിയാം. എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ ശങ്കരാടി പറയുന്നത് പോലെയാ, അവൻ അത്യാവശ്യം നല്ല പേരുണ്ട്, ഒരു കാര്യം ചെയ്യേ, അവനെ അങ്ങ് ബലാത്സംഗ കേസിൽ കൊടുക്ക് എന്ന് ശങ്കരാടി പറയുന്നില്ലേ സന്ദേശ സിനിമയില്? അതേപോലെയാണ് നിങ്ങളുടെ സമീപം. അങ്ങനെ ബലാത്സംഗ കേസിലൊന്നും പണ്ടത്തെ മാതിരി കൊടുക്കാൻ പറ്റൂല അനിൽകുമാറെ. നാട്ടിലെ ജനങ്ങൾക്കൊക്കെ വിവരം വെച്ചു. നിങ്ങൾ പറയുന്നത് കേട്ട് നാട്ടിലെ ജനങ്ങളൊന്നും വോട്ട് ചെയ്യില്ലേ? ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് നിങ്ങൾ പറയേ, അതിനനുസരിച്ച് ഈ നാട്ടിലെ അമ്മമാര്, സഹോദരിമാര് സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കും, എനിക്കുറപ്പാ. കാരണം നന്മയുടെ പ്രതീകമാ മനുഷ്യൻ. നിങ്ങൾക്ക് 10 റുപ്യ, ഞാൻ ഒരു കാര്യം ചോദിച്ച് നിർത്തിക്കോട്ടെ അഭിലാഷേ, പറയുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. ഒരു 10 രൂപയുടെ സഹായം വ്യക്തിപരമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഒരു 10 രൂപയുടെ സഹായം ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് ചെയ്തുള്ള ആളാണോ ഈ അനിൽകുമാർ? പാർട്ടിയുടെ വലിയ നേതാവായിരിക്കും, പക്ഷെ ഒരു പാർട്ടിയും ഇല്ലാതെ കിട്ടുന്ന സിനിമയുടെ പൈസയിൽ ബഹുഭൂരിപക്ഷം പൈസ നാട്ടിലെ പാവപ്പെട്ടവന് കൊടുക്കുന്ന, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന, നിങ്ങളൊക്കെ ഉണ്ടാക്കിയ ഈ വാളയാറ് പോലെയുള്ള ഏറ്റവും കൂടുതൽ മോശമായ അന്തരീക്ഷം ഉണ്ടല്ലോ, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഗർഭിണിയാക്കി കെട്ടിത്തൂക്കുന്നത് ആ അമ്മമാർക്ക് പോലും സഹായം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് നിങ്ങൾ നികൃഷ്ടമായി സംസാരിക്കുന്നത്. അത് നിങ്ങളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങളത് ഇനിയും പറഞ്ഞോ, ഇനി പറയുന്തോറും ഞങ്ങൾ വളരും, സുരേഷ് ഗോപിയും വളരും. അതുകൊണ്ട് ഒന്ന് ഞാൻ പറയാം, ഇടതും വലതും തലകുത്തിക്കടന്ന് പറഞ്ഞാലും നരേന്ദ്രമോദിയുടെ ഒരു ചുക്കും ചുണ്ണാമും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. നേരിട്ടൊരു മറുപടി ശ്രീ അനിൽകുമാർ. ഇന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടെ BJP ജയിക്കും.